ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം അണകവിയും നാഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരം ഏകിയണഞ്ഞിടും നാരായണ ഗുരു നായകനെന്റെ ദൈവമല്ലോ. ഓം ഹേ ശാരദേ സകല ഭക്തജനാനുകൂലേ നാഗാധിപാദി വിബുധാർച്ചിത പാദപദ്മേ ലോകേശരമ്യ മുഖപങ്കജ നിത്യവാസേ ദാസേ സദാമയി ദയാം കുരു ചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം 38-ാം ഭാഗം അവതരണം മരുത്വാമലയിൽ. യോഗവിദ്യയിൽ തൻ്റെ ഗുരുവായിരുന്ന തൈക്കാട്ടയ്യാവ് സ്വാമികളുടെ തപസ്സനുഷ്ഠിക്കണമെന്ന ഉപദേശവും തൻ്റെ ആഗ്രഹവും നാണുഭക്തന്റെ ഹൃദയത്തിൽ ഒരു തീർത്ഥം പോലെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയായിരുന്നു. ഏകാന്തവാസത്തിനും തപാനുഷ്ഠാനത്തിനും വളരെ കാലമായി ദാഹിച്ചിരിക്കുകയായിരുന്നു നാണുഭക്തൻ. അതിനുള്ള കാലം സമാഗതമായിരിക്കുന്നു എന്ന തോന്നൽ അപ്പോൾ ശക്തമായി. വൈരാഗ്യവും ത്യാഗവും കൊണ്ട് പരിപാകപ്പെട്ട മനസ്സോടെ നാണുഭക്തൻ ജനവാസ കേന്ദ്രങ്ങൾ വിട്ട് ഏകാന്തപതികനായി അകലങ്ങളിലേക്ക് നടക്കുവാൻ തുടങ്ങി. ആളും ആരവങ്ങളും ക്രമേണ അകന്നകന്നു പോയി. ഒരു നാളിൽ നാഗർകോവിലിനടുത്തുള്ള പൊറ്റയടി എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. മുന്നിൽ പശ്ചിമഘട്ട മലനിരകൾ ആകാശമൊഴികൾക്കായി കാതോർത്തു നിൽക്കുന്ന കാഴ്ച അത് നാണുഭക്തനെ അങ്ങേയറ്റം ആകർഷിച്ചു. അഗസ്ത്യമുനി തപം ചെയ്ത പുണ്യഗിരിയാണതെന്നോർത്തു. അപ്പോൾ നാണുഭക്തന്റെ ഉള്ള ഒന്നുകൂടി തണുത്തു. ഇവിടം തന്നെയാണ് തന്റെയും തപോഭൂമിയെന്ന് ആരോ ഓർമ്മിപ്പിക്കുന്നത് പോലെ അന്തരംഗത്തിൽ എവിടെയോ നിന്നൊരു അരുളപ്പാടിന്റെ മുഴക്കം നാണുഭക്തൻ കേട്ടു. ഔഷധ സസ്യങ്ങളും കുറ്റിച്ചെടികളും പറ്റിച്ചേർന്ന് ആകാശചുംബിയായി നിൽക്കുന്ന ആ മഹാമേരുവിലേക്കുള്ള കയറ്റം കഠിനമായി തോന്നിയില്ല. നടന്ന് പതിഞ്ഞ വഴികളൊന്നും
തെളിഞ്ഞ് കാണുവാനുണ്ടായിരുന്നില്ല. കല്ലും മുള്ളും കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമൊക്കെ താണ്ടി ആ പരുക്കൻ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നാണുഭക്തൻ ആ മലയിലേക്ക് വലിഞ്ഞു കയറി. കയറുന്തോറും പിന്നെയും പിന്നെയും ആ മലയ്ക്ക് ഉയരം കൂടി വരുന്നതായി തോന്നി. ഇടയ്ക്ക് ചില കല്ലിന്മേലിരുന്ന് അല്പമൊക്കെ വിശ്രമിച്ചു. പോകുന്ന വഴിക്ക് കണ്ട ചില ചെടികളുടെ ഇലകൾ അടർത്തി മണത്തു നോക്കുകയും മറ്റു ചിലത് രുചിച്ചു നോക്കുകയും ചെയ്തു. തളർച്ചയെ തളർത്തിക്കളയുന്ന ഒരു നവോന്മേഷത്താൽ ഉത്സാഹഭരിതനായിരുന്നു നാണുഭക്തൻ. ഇഴജന്തുക്കളും കാട്ടുമൃഗങ്ങളുമൊക്കെ ഭയം നോടാതെ തങ്ങളുടെ നവാതിഥിക്ക് മംഗളമേകി വഴിമാറിക്കൊടുത്തു. ആ മലയ്ക്കാകെ മരുന്നിന്റെ മണമാണുള്ളതെന്ന് നാണുഭക്തന് തോന്നി. ആ മരുന്നു മാമലയുടെ പേര് മരുത്വാമല എന്നായിരുന്നു. മരുന്നുവാഴും മല എന്ന പൗരാണിക പ്രസിദ്ധി കൂടിയുള്ള പ്രകൃതി രമണീയമായ ആ മലയുടെ നെറുകയിലേക്കുള്ള നാണുഭക്തന്റെ പദസഞ്ചലനം ഒരു പ്രാർത്ഥനാലാപനത്തിന്റെ ഈരടികൾ പോലെയായിരുന്നു. മലകളുടെ മാതാവെന്ന പോലെ തേജസ്വിനിയായി നിലകൊള്ളുന്ന മരുത്വാമലയുടെ മുകളിൽ നിന്ന് നാണുഭക്തൻ ചുറ്റാകെയൊന്ന് നോക്കി. വളരെ ഹൃദ്യമായിരുന്നു ആ കാഴ്ച. അസുലഭമായ ഒരു ദിവ്യാനുഭൂതി അവിടമെങ്ങും നിറഞ്ഞു നിന്നിരുന്നു. അതിനിടയിൽ തൻ്റെ തപസ്സിനായി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ചെറിയ ഒരു ഗുഹാതടം നാണുഭക്തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരാൾക്ക് കഷ്ടിച്ച് ഉള്ളിലേക്ക് കടക്കാവുന്ന വിധം ഇടുങ്ങിയ ഒരു പ്രവേശന ദ്വാരത്തോടു കൂടിയതായിരുന്നു ആ ഗുഹ. നാണുഭക്തൻ അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. ഇരിക്കാനും കിടക്കാനും വേണ്ട ഇടം അതിനുള്ളിലുണ്ടായിരുന്നു. മണൽ വിരിക്കപ്പെട്ടതുപോലെ കിടന്നിരുന്ന ആ ഗുഹാതലത്തിലിരിക്കുമ്പോൾ അറബിക്കടലിൽ നിന്നുമുള്ള കാറ്റിന്റെ അലകൾ വന്ന് നാണുഭക്തന്റെ മേലാകെ തലോടുവാൻ തുടങ്ങി. അഗസ്ത്യമുനിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിശുവായി പിറന്നപടി പ്രത്യക്ഷപ്പെട്ടിടമെന്ന് സങ്കൽപ്പിച്ച് പോന്നിരുന്നതിനാലാണ് ആ ഗുഹാതടത്തിന് പിള്ളത്തടം എന്ന പേര് വന്നിരുന്നത്. ആ പിള്ളത്തടം ഗുഹയിൽ നാണുഭക്തൻ തപോനിരതനായി ഇരുന്നു. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം മരുത്വാമലയിൽ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.